our tour.1961 എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെയിൽസിലെ കാർഡിഫിലുള്ള കാർഫിലി കാസിൽ കാണുവാനാണ്. ഈ കോട്ടയ്ക്ക് ചുറ്റുമായി ഒരു പട്ടണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാർഫിലി കാസിൽ വെയിൽസിലെ കാർഫിലി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല കോട്ടയാണ്. ഇത് വെയിൽസിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ്. മാത്രമല്ല ബ്രിട്ടനിലെ രണ്ടാമത്തെ വലിയ കോട്ടയും കൂടിയാണ് ഇത്. കോട്ടയുടെ മുൻഭാഗം വർണ്ണനിറത്തിലുള്ള പൂക്കളെ കൊണ്ട് വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഗിൽബർട്ട് ഡി ക്ലാർക്ക് ആണ് ഇത് പണി കഴിപ്പിച്ചത്. ഈ കോട്ടയ്ക്ക് ചുറ്റുമായി വലിയൊരു കിടങ്ങുണ്ട്. ഇതിൽ നിറയെ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. ശത്രുക്കൾക്ക് ഈ കോട്ടയിൽ കടക്കുവാൻ നിർവാഹമില്ലാത്ത രൂപത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ മതിലുകൾ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇവ വളരെ കട്ടി കൂടിയതുമാണ്. കാലപ്പഴക്കത്തിൽ ഇതെല്ലാം പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വീഴാറായ കോട്ടയുടെ ഭാഗങ്ങൾ താങ്ങി നിർത്തുന്ന ഒരു സ്ത്രീ രൂപമാണ് ഈ കാണുന്നത്. ഇത് കണ്ടാൽ തോന്നും ഇവരാണ് ഇത് താങ്ങി നിർത്തുന്നത് എന്ന്. കോട്ടയുടെ മതിലുകളെല്ലാം വളരെ ഉയരം കൂടിയതാണ്. ശത്രുക്കൾക്ക് ഒരു വിധത്തിലും ഇതിലെ ഉള്ളിലേക്ക് കടക്കുവാൻ പറ്റാത്ത വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ 20 പൗണ്ടിൻ്റെ ടിക്കറ്റ് ആവശ്യമാണ്. കോട്ടയ്ക്കുള്ളിൽ വലിയ ഹാളും നിരവധി മുറികളുമുണ്ട്. ഇത് രാജാവും പരിവാരങ്ങളും കലാസന്ധ്യകൾ ആസ്വദിച്ച സ്ഥലമായിരുന്നു. തണുപ്പുള്ള സമയത്ത് ചൂട് നൽകുവാനുള്ള ഫയർ പ്ലേസ് ആണ് ഈ കാണുന്നത്. ഇതിനു മുകളിലിരുന്നാണ് രാജാവ് കലാപരിപാടികൾ ആസ്വദിച്ചിരുന്നത്. ഈ മേശയ്ക്ക് ചുറ്റുമിരുന്നാണ് രാജാവ് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. കാർഫിലി കാസലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും 1648 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധസമയത്ത് ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സൈന്യം ഈ കോട്ട പിടിച്ചെടുക്കുകയും കോട്ടയുടെ ചില ഭാഗങ്ങൾ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഈ ഗുഹാമാർഗത്തിലൂടെ ഒളിത്താവളങ്ങളിലേക്ക് പോകാം. ഗിൽബർട്ട് ഡി ക്ലാർക്ക് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അദ്ദേഹം എയിൽ ഓഫ് ഗ്ലൗസെസ്റ്റർ, എയിൽ ഓഫ് ഹെഡ്ഫോർട്ട് എന്നീ പദവികൾ വഹിച്ചിരുന്നു. ഇത് പ്രഭുക്കന്മാർക്ക് കിട്ടുന്ന പദവിയാണ്. ഈ പദവി വഹിക്കുന്ന വ്യക്തിക്ക് ആ പ്രദേശത്ത് വളരെയധികം സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ കോട്ട അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. ഈ കോട്ടയുടെ നടുക്ക് മനോഹരമായൊരു നടുത്തളമുണ്ട്. ഇത് രാജാവിൻ്റെ ബെഡ്റൂമാണ്. കല്ലുകൊണ്ടു പാകിയ മേൽക്കൂര ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഇപ്പോൾ നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തെത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമാണ്.
കോട്ടയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ നേരെ പോയത് യുദ്ധസാമഗ്രികൾ കാണുവാനാണ്. സൈജ് എഞ്ചിൻ എന്നുള്ള ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത് ഗൊമാർക്കെ എഞ്ചിനീയറിംഗ് ടെക്നോളജി വെച്ചിട്ടാണ്. ഇത് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. ഇവിടെ മുൻവശത്തുള്ള മരത്തിൽ തീർത്ത വസ്തുക്കൾ ട്രിബ്യൂച്ചറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരുതരം ആയുധങ്ങളാണ്. മധ്യകാലത്ത് കോട്ടകൾ പിടിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരുതരം യന്ത്രമാണിത്. ഇതിൽ കല്ലുകളും തീഗോളങ്ങളും കെട്ടി വളരെ ദൂരേക്ക് എറിയാൻ സാധിക്കും. കോട്ടയുടെ മതിലുകളെല്ലാം തകർക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള യന്ത്രങ്ങളാണ് ഇവയെല്ലാം. പുരാതന ചൈനയിലും ഇതുപോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. യൂറോപ്പിലും മധ്യേഷ്യയിലുമെല്ലാം ഈ ആയുധം പ്രചാരത്തിലായി. കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങുകൾ അതിവിശാലമാണ്. 1-2 മണിക്കൂറുകൾ കാണാനുള്ളതുണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ നമുക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ നിന്നും ഞങ്ങൾ പോയത് പോർട്ട് മെറിയോൺ എന്നുള്ളൊരു ഗ്രാമം കാണാനാണ്. ഇതാണ് പോർട്ട് മെറിയോൺ ഗ്രാമം. ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള വാസ്തുവിദ്യയ്ക്ക് പ്രസിദ്ധമാണ് ഈ ഗ്രാമം. ആർക്കിടെക്റ്റായിരുന്ന സർ ക്ലോഫ് വില്യംസ് എലിയസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1925 ഈ ഗ്രാമം പണി കഴിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, എന്ത് സുന്ദരമായ ഒരു ഗ്രാമം. പ്രധാനമായും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഗ്രാമം. അതാണ് ഇതിൻ്റെ പ്രധാന ഭംഗി. ഈ ഗ്രാമത്തിൽ ഹോട്ടലുകളും കോട്ടേജുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, കടകൾ എന്നിവയും ഉണ്ട്. ഇതൊരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ഗ്രാമമാണ്. നിരവധി സിനിമകൾക്കും TV പരിപാടികൾക്കും ഈ ഗ്രാമം ലൊക്കേഷനായിട്ടുണ്ട്. ഇവിടുത്തെ നീറ്റ്നെസ്സും ക്ലീൻനെസ്സും എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ രാജ്യത്തെ സ്ഥലങ്ങളും ഇതുപോലെയെല്ലാം ആവണമേ എന്ന് ഒരുപാട് ആശിച്ചു പോകുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ പോയത് നാഷണൽ മ്യൂസിയം ഓഫ് കാർഡിഫ് ഇത് കാണാനാണ്. ഈ കാണുന്നത് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് ആണ്. ഈ കാണുന്നത് വെയിൽസിലുള്ള നാഷണൽ മ്യൂസിയം ഓഫ് വെയിൽസ്. ഇത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലവും മനോഹരവുമായ ഒരു കെട്ടിടം. ഇതോടുകൂടി വെയിൽസിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. നമ്മളുടെ അടുത്ത വീഡിയോ ലണ്ടനാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെയിൽസിലെ കാഴ്ചകൾ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.